Good morning, Jubilee. You're listening to JFM. ഇത്തിരിപ്പാട്ട് ഒത്തിരിക്കൂട്ട് with RJ Leah and RJ Krish. ഇന്ന് നമുക്ക് സ്വപ്നങ്ങളെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയാലോ? അല്ല, അതെന്താ സ്വപ്നങ്ങളെ പറ്റി പറയാന്ന് വിചാരിച്ചേ? ഓ, ഇപ്പോഴും നിന്റെ പ്രധാന പരിപാടി ഉറക്കം തന്നെയാണല്ലോ. ഏയ് അതല്ലാന്നേ, ഉറങ്ങുമ്പോ കാണുന്ന സ്വപ്നമല്ല. ആ, മനസ്സിലായി. നീ പറഞ്ഞു വരുന്നത് നമ്മുടെ ഡോക്ടർ അബ്ദുൽ കലാം പറയുന്ന പോലെ ഉറങ്ങാൻ അനുവദിക്കാത്ത സ്വപ്നങ്ങളെ കുറിച്ചല്ലേ? യെസ്, അത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് സ്വപ്നത്തിലെ നിധി തേടിയാൽ ഞാൻ സാന്റിയാഗോ എന്ന ആട്ടിടയനെ കുറിച്ചാണ്. പൗലോ കൊയ്ലോന്റെ ആൽക്കമിസ്റ്റിലെ സാന്റിയാഗോ അല്ലേ? യെസ്, ആൽക്കമിസ്റ്റിൽ എൻ്റെ ഒരു ഫേവറേറ്റ് കോട്ട് ഉണ്ട്. When you want something, the whole universe conspires in helping you to achieve it. ശരിയാ, നമ്മളെല്ലാവരും ഒരുപാട് സ്വപ്നങ്ങൾ കാണുന്നവരാ. ഇൻഫാക്ട് ഈ ഡ്രീംസ് തന്നെയാണ് നമ്മളെ ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്നാൽ ചിലരുണ്ട്, അവരുടെ സ്വപ്നങ്ങൾ തന്നെ ജീവിതമാക്കി മാറ്റിയവർ. അങ്ങനെ ഒരാളാണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ്. അതാരാണെന്നറിയാൻ സ്റ്റേ ട്യൂൺഡ്. We'll be right back on JFM. ഇത്തിരി പാട്ട് ഒത്തിരി കൂട്ട്. Welcome back to your favorite JFM. ഇത്തിരിപ്പാട്ട് ഒത്തിരിക്കൂട്ട് with RJ Leah and RJ Krish. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സെലിബ്രിറ്റി 2008 വെള്ളക്കോട്ടുമായി ജൂബിലിയിലെത്തിയ ഒരു ആലപ്പുഴക്കാരൻ ചെങ്ങായിയാണ്. നമ്മുടെ മണ്ണാങ്കട്ടയും കരിയിലെയും കോളേജ് മാഗസിനെ അവിസ്മരണീയമാക്കിയ ദി ടാലന്റഡ് എഡിറ്റർ. അതെ, ഒരുപക്ഷെ ഇദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നത് MBBS പഠനത്തിന് ശേഷം PG എൻട്രൻസ് എന്ന കോമൺ ട്രെയിൻ പിടിക്കാതെ ഇദ്ദേഹം മറ്റൊരു വഴി തെരഞ്ഞെടുത്തു എന്നുള്ളതായിരിക്കും. ഇപ്പൊ എല്ലാവർക്കും ആളെ പിടിയിട്ട് കാണും. എന്നാലും ഞാൻ പറയാം, ഇന്ത്യയിലെ ഏറ്റവും കടുപ്പമേറിയ സിവിൽ സർവീസ് എക്സാമിനേഷനിൽ 329 റാങ്കോടെ ജയിച്ചു കയറിയ നമ്മളുടെ സ്വന്തം ഡോക്ടർ നിർമ്മൽ ഔസേപ്പച്ചൻ IAS. ബാക്കി വിശേഷങ്ങൾ ചേട്ടനോട് തന്നെ നേരിട്ട് ചോദിച്ചറിയാം. Good evening, Eta. This is RJ Krish and RJ Leah. First of all, hearty congratulations from the whole Jubilee family. എന്തൊക്കെയുണ്ട് കോവിഡ് കാല വിശേഷങ്ങൾ? സുഖമാണോ? താങ്ക് യു RJ Leah ആൻഡ് RJ Krish. കോവിഡിലെ കുറച്ച് നാള് ഞാനും ലോക്ക്ഡൌണിലായിരുന്നു, നിങ്ങളെ പോലെ തന്നെ. ഞാൻ മസൂറിയിൽ അക്കാഡമിയിലായിരുന്നു. അതിനുശേഷം കഴിഞ്ഞ മെയ് 9 ഞാനിവിടെ പട്യാലയിൽ ജോയിൻ ചെയ്തു. ഇപ്പം അവിടെ അസിസ്റ്റന്റ് കളക്ടറായിട്ട് വർക്ക് ചെയ്യുന്നു. ഇവിടെ ചെറിയ ചെറിയ വർക്കുകളിലൊക്കെ ഏർപ്പെടുന്നു. എന്തുണ്ട് നിങ്ങൾക്ക് വിശേഷങ്ങൾ? ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു. ഒരു ജൂബിലിയൻ എന്ന നിലയ്ക്ക് ജൂബിലി മിഷനിലെ ക്യാമ്പസ് ലൈഫ് ഒക്കെ ഇപ്പോഴും മിസ് ചെയ്യുന്നുണ്ടോ? എന്നാണ് അവസാനമായിട്ട് നമ്മുടെ കോളേജിലേക്ക് വന്നത്? അവസാനമായിട്ട് കോളേജിലേക്ക് വന്നത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു പ്രോഗ്രാമിന് വേണ്ടി ഇൻവൈറ്റ് ചെയ്തിരുന്നു. ഹോം കമ്മിങ് എന്ന് പറഞ്ഞ് ഒരു ഗെറ്റ് ടുഗെദർ നടത്തിയിരുന്നു. അതിനു വേണ്ടിയിട്ടാണ് വന്നതെന്നാണ് എൻ്റെ ഓർമ്മ. തീർച്ചയായിട്ടും ജൂബിലി മിസ് ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ ജൂബിലിയോടൊപ്പം തന്നെ ഞാൻ തൃശ്ശൂരും മിസ് ചെയ്യുന്നുണ്ട്. ഒരുപാട് നല്ല ഓർമ്മകളുള്ള ഒരു നഗരമാണ് തൃശ്ശൂർ. കഴിഞ്ഞ തവണ ജൂബിലിയിൽ വന്നപ്പോഴത്തേക്കും ഞാൻ ഒരു രാത്രി ചുമ്മാ ജൂബിലിയുടെ അകത്തൂടെ ഒറ്റയ്ക്ക് നടന്നു. അത് വളരെ നല്ല ഒരുപാട് ഓർമ്മകളുള്ളതാണ്. ജൂബിലി ഒരുപാട് മാറിയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ജൂബിലിയിൽ തന്നെ ചേട്ടന് മറക്കാനാവാത്ത ഓർമ്മകൾ എന്തൊക്കെയാണ്? ചേട്ടൻ മണ്ണാങ്കട്ടയും കരിയിലെയും കോളേജ് മാഗസിൻ എഡിറ്റർ ആയിരുന്നു. അതിലെ മെമ്മറബിൾ മൊമെന്റ്സ് ഒക്കെ? വളരെ മനോഹരമായ ഒരുപാട് ഓർമ്മകളുണ്ട്. ഈ കോളേജ് മാഗസിൻ എഡിറ്റർ ആയിരുന്നത്, അതിനു വേണ്ടിയിട്ടുള്ള വർക്കുകൾ ചെയ്തത്, ഏകദേശം ഒരു 6-7 മാസത്തോളം മാഗസിന്റെ പുറകെ തന്നെ നടന്നു. ഒരുപാട് ക്ലാസ്സുകളൊക്കെ മിസ് ചെയ്തു. എന്നാലും വളരെ മനോഹരമായിരുന്നു ആ ഒരു കാലഘട്ടം. ഒരുപക്ഷെ മറക്കാൻ പറ്റാത്ത ഓർമ്മകളിൽ എനിക്ക് തോന്നുന്നത്, ഞങ്ങളുടെ ബാച്ച് ഉണ്ടായിരുന്ന സമയത്ത് ഒരു മെഡിക്കൽ എക്സിബിഷൻ നടത്തിയിരുന്നു. അതിനു വേണ്ടിയിട്ടൊക്കെ രാവും പകലൊക്കെ ഇരുന്ന് വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ ജൂബിലിയിൽ ആദ്യമായിട്ടായിരിക്കും ജൂബിലിയുടെ മുഴുവൻ താക്കോലും ഞങ്ങളുടെ ബാച്ചിനെ ഏൽപ്പിച്ചു. എന്നിട്ട് എല്ലാ ദിവസവും ഞങ്ങൾ പല ദിവസം അവിടെ കിടന്നുറങ്ങുകയും മറ്റൊക്കെ ചെയ്തു. വലിയ എക്സിബിഷൻ ആയിരുന്നു. അതൊക്കെ വളരെ മറക്കാൻ പറ്റാത്ത ഓർമ്മകളാണ്. ഒപ്പം ഹൗസ് ഏജൻസി പീരീഡ് വളരെ എൻഗേജിങ് ആയിരുന്നു. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും ഒരുപാട് സൗഹൃദങ്ങൾ ഉണ്ടാക്കുവാനും ഒക്കെ പറ്റിയൊരു കാലഘട്ടമായിരുന്നു. ഇതൊക്കെയാണ് എനിക്ക് ഒരുപക്ഷെ പെട്ടെന്ന് ചോദിക്കുമ്പോൾ മനസ്സിലേക്ക് വരുന്ന കാര്യങ്ങൾ. മെഡെക്സ് എക്സിബിഷൻ എനിക്കും അൺഫോർഗറ്റബിൾ ആണ്. അത് കാണാൻ ഭാഗ്യം ലഭിച്ച കുറെ പേരിൽ ഒരാളായിരുന്നു ഞാനും. സോ ഹാറ്റ്സ് ഓഫ് ടീം മെഡെക്സ്. സോ മൂവിങ് ഓൺ, എങ്ങനെയായിരുന്നു IAS ആണ് ചേട്ടന്റെ സ്വപ്നം എന്ന് തിരിച്ചറിഞ്ഞത്? അത് എനിക്ക് ജൂബിലിയിൽ വരുന്നതിന് മുമ്പ് തൊട്ടേയുള്ള ഒരു ആഗ്രഹമാണ്. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ മനസ്സിൽ വന്ന ഒരു ആഗ്രഹമാണ്. ഒരുപക്ഷെ ഫസ്റ്റ് ടൈം അതായിരുന്നു. നല്ലൊരു സാധാരണ ഒരു ഫാമിലിയിലൊക്കെ വരുന്ന ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുമ്പോഴത്തേക്കും സിവിൽ സർവീസ് പരീക്ഷയെ കുറിച്ച് വലിയ ധാരണയൊന്നും അപ്പോഴില്ല.
അപ്പോൾ എങ്ങനെയാണ് ഇത് നമ്മൾ എഴുതിയാൽ ഇതൊക്കെ കിട്ടുമോ എന്നുള്ള ഒരു ഉറപ്പൊന്നും ഈ 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ഇല്ല. അപ്പോൾ അങ്ങനെയാണ് വീട്ടുകാരുടെ ഒരു നിർബന്ധത്തിന് വേണ്ടിയിട്ട് ഞാൻ 10ാം ക്ലാസ്സിൽ വെച്ചിട്ട് ഇതിന് മെഡിക്കൽ എൻട്രൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ തീരുമാനിക്കുന്നത്. അങ്ങനെയാണ് മെഡിക്കൽ ഫീൽഡിലേക്ക് വരുന്നത്. അതിൽ വന്നതിന് ശേഷവും മനസ്സിൽ സിവിൽ സർവീസ് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. കോളേജ് പഠനകാലം അതുകൊണ്ട് തന്നെ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ സാധിച്ചു. ഞങ്ങൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിലായിരുന്നു. ആ യൂണിവേഴ്സിറ്റി വല്ലപ്പോഴും മാത്രം പരീക്ഷ നടത്തുന്നതുകൊണ്ട് ഒരുപാട് അവധിയൊക്കെ കിട്ടി. 6 വർഷത്തോളം എടുത്താണ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തത്. ഈ ഒരു കാലഘട്ടത്തിലും സിവിൽ സർവീസിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ വായിക്കാൻ, ഭയങ്കരമായിട്ട് പ്രിപ്പയർ ചെയ്യാനല്ല, പത്രം മറ്റും വായിക്കാനൊക്കെ ഉള്ളൊരു സമയം ലഭിച്ചു. അങ്ങനെയാണ് പിന്നെ കോളേജിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്കും ഒരു ഡിറ്റർമിനേഷൻ ഉണ്ടായിരുന്നു സിവിൽ സർവീസ് എഴുതിയെടുക്കണമെന്നുള്ള. അപ്പം ഹൗസ് ഏജൻസി പീരീഡ് കഴിഞ്ഞ് വളരെ ആവേശത്തോടെയാണ് സിവിൽ സർവീസ് പഠനത്തിന് വേണ്ടി ഇറങ്ങിയത്. ഓക്കെ, ഒരുപക്ഷെ ഈ ഒരു കാലയളവിൽ ചേട്ടൻ ഏറ്റവും അധികം ആൻസർ ചെയ്യേണ്ടി വന്നിട്ടുള്ള ചോദ്യം ഇതായിരിക്കും. ബട്ട് ചോദിക്കാതെ വയ്യ, ഇത്രയും ഡെഡിക്കേറ്റഡ് ആയി ഫോക്കസ്ഡ് ആയി എങ്ങനെ പഠിക്കാൻ സാധിച്ചു? IAS-നായിട്ടുള്ള ചേട്ടന്റെ ഓരോ പരിശ്രമങ്ങളും ചേട്ടനെ കൂടുതൽ മോട്ടിവേറ്റഡ് ആക്കുകയാണ് ചെയ്തത്. ആ ടെമ്പോ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റി? ഒരു പക്ഷെ എനിക്ക് തോന്നുന്നത് ഞാൻ ഒരു ദീർഘകാലത്തോളം ഈ ഒരു സ്വപ്നം മനസ്സിൽ കൊണ്ടു നടന്നത് കൊണ്ടും ഒരു PG മറ്റോ ഒന്നും ഞാൻ ഒരിക്കലും അപ്ലൈ ചെയ്തിട്ട് പോലുമില്ല. രണ്ടാമതൊരു ഓപ്ഷൻ ഞാൻ മനസ്സിൽ കാണാതിരുന്നത് കൊണ്ടും എനിക്ക് ഇത് കിട്ടണമെന്നുള്ള ആഗ്രഹം അതീവ തീവ്രമായിരുന്നു. ഒപ്പം മറ്റൊരു കാര്യം മനസ്സിൽ ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ ആദ്യത്തെ ഒരു അറ്റംപ്റ്റ് ഒരു 10-100 ദിവസം മാത്രം പ്രിപ്പയർ ചെയ്തിട്ടായിരുന്നു. കാരണം കോളേജിൽ നിന്ന് ഇറങ്ങിയിട്ട് 3 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും പരീക്ഷ വന്നു. അപ്പോൾ കുറച്ച് ദിവസം മാത്രം പ്രിപ്പയർ ചെയ്തിട്ട് നടത്തിയ ഒരു അറ്റംപ്റ്റ് ആണ്. അപ്പോൾ അതിൽ അത്യാവശ്യം നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയത് കൊണ്ട് സിവിൽ സർവീസ് കയ്യിൽ കിട്ടുമെന്നുള്ള ഒരു ഉറച്ച വിശ്വാസം ആദ്യം തന്നെ രൂപപ്പെട്ടിരുന്നു. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കാൻ നേരത്ത് കിട്ടുന്ന ഒരു ആത്മവിശ്വാസം ഉണ്ടല്ലോ, അത് വളരെ വലുതായിരുന്നു എനിക്ക് തോന്നുന്നു. ഒപ്പം നമുക്ക് ഡൈവേഴ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഒരു കിക്കുണ്ട്. അതുമൊക്കെ ഒരു പോസിറ്റീവായിട്ട് എഫക്ട് ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഒരുപാട് അധ്വാനവും സമയവും എടുക്കുന്ന ഒരു കോഴ്സ് തന്നെയാണ് MBBS. അതിനുശേഷവും ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ചേട്ടൻ ഈ ഒരു വിജയം കരസ്ഥമാക്കിയത്. ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എപ്പോഴെങ്കിലും MBBS അല്ലാതെ മറ്റേതെങ്കിലും കോഴ്സ് എടുക്കാമായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഇല്ല. കാരണം എനിക്ക് കോഴ്സ് ചെയ്തു കഴിഞ്ഞപ്പോഴും പ്രത്യേകിച്ച് എന്റെ ഹൗസ് ഏജൻസി പീരീഡിൽ ഒരുപാട് തവണ തോന്നിയിട്ടുണ്ട് വളരെ അനുഗ്രഹീതമായിട്ടുള്ളൊരു പ്രൊഫഷനാണ് ഇത് MBBS. അപ്പോൾ അതിൽ വർക്ക് ചെയ്യാനും ഇന്ന് പോലും എനിക്കൊരു PG എടുക്കണമെന്നുള്ളൊരു ആഗ്രഹം ബാക്കിയുണ്ട്. അത് തീർച്ചയായിട്ടും ഈ സിവിൽ സർവീസിൽ അതിൽ IAS വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റഡി ഹോളിഡേയ്സ് എന്നൊരു പീരീഡ് ഉണ്ട്. ആ സമയത്ത് അത് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ മറ്റൊരു കോഴ്സിനെ കുറിച്ച് ഞാനിപ്പോഴും ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. കാരണം MBBS ഒരു യുണീക്ക് ആയിട്ടുള്ളൊരു ഇതാണ്. ബാക്കി ഏത് അറിവും നമുക്ക് വേണമെങ്കിൽ പുസ്തകത്തിൽ നിന്ന് പഠിച്ച് എടുക്കാൻ വേണ്ടി പറ്റും. പക്ഷേ മെഡിസിൻ പോലൊരു പ്രൊഫഷൻ നമ്മളൊരു മെഡിക്കൽ കോളേജിൽ പോയി അവിടെയുള്ള എക്സ്പീരിയൻസുകളിലൂടെ കടന്നുപോയി തന്നെ നേടുന്ന ഒരുപക്ഷെ മറ്റൊരു കോഴ്സോ മറ്റൊരു കോളേജോ ഞാൻ ഒരിക്കലും പ്രിഫർ ചെയ്യില്ല. അപ്പൊ ഇപ്പോഴും MBBS പഠനം തുടരാൻ ആഗ്രഹമുണ്ട് അല്ലെ? മെഡിസിൻ ഫീൽഡിൽ ഇനിയും പഠിക്കാൻ ആഗ്രഹമുണ്ട്? തീർച്ചയായിട്ടും പഠിക്കാൻ ആഗ്രഹമുണ്ട്. ചേട്ടന്റെ IAS പ്രിപ്പറേഷൻ പീരീഡിൽ ഏറ്റവും ചാലഞ്ചിങ് ആയിട്ട് തോന്നിയ ഒബ്സ്റ്റക്കിൾ എന്തായിരുന്നു? ആൻഡ് ഹൗ ഡിഡ് യു ഓവർകം ദാറ്റ്? ചലഞ്ചിങ് ആയിട്ടുള്ള ഒബ്സ്റ്റക്കിൾ എന്ന് പറഞ്ഞാൽ IAS പരീക്ഷയുടെ ഒരു നേച്ചറാണ്. കാരണം ഈ എക്സാമിന്റെ ഒരു ഷെഡ്യൂളിംഗ് എന്ന് പറയുന്നത് പ്രിലിംസ്, മെയിൻസ്, ഇന്റർവ്യൂ, ഇത് കഴിഞ്ഞ് റിസൾട്ട് വരുമ്പോഴത്തേക്കും അടുത്ത പ്രിലിംസിന് ഒരു 10-30 ദിവസം മാത്രം ബാക്കി ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മൾ ഇന്റർവ്യൂ വരെ പോയി ഫെയിൽ ചെയ്താൽ നമുക്ക് ഉടനെ അടുത്ത പ്രിലിംസിന് നമ്മൾ മാനസികമായിട്ട് പ്രിപ്പയർ ചെയ്ത് റെഡി ആവണം. അപ്പൊ എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. കാരണം ഞാൻ 2ാമത്തെ അറ്റംപ്റ്റിൽ തന്നെ ഇന്റർവ്യൂ വരെ പോയിരുന്നു. ആ അറ്റംപ്റ്റിൽ ഞാൻ ഫെയിലായി ഇന്റർവ്യൂവിൽ. അപ്പോൾ അന്ന് വെറും 14 ദിവസം മാത്രമാണ് അടുത്ത പ്രിലിംസിന് ഉണ്ടായിരുന്നത്. ഈ 14 ദിവസത്തിനുള്ളിൽ നമ്മൾ വീണ്ടും പ്രിപ്പയർ ചെയ്ത് അടുത്ത പ്രിലിംസിന് പോകണം. അന്ന് വീണ്ടും ഞാൻ അടുത്ത പ്രിലിംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്തെങ്കിലും ആ പ്രിലിംസ് ഞാൻ ഫെയിലായി. അപ്പം ഇങ്ങനെയുള്ള ഒരു വിഷ്യ സൈക്കിൾ ഉണ്ട് സിവിൽ സർവീസിന്. അപ്പോൾ ഈ ഫെയിലിയേഴ്സ് അല്ലെങ്കിൽ നമുക്കിപ്പോൾ ലഭിക്കുമെന്ന് തോന്നും, പിന്നെ ഫെയിൽ ആവും. ഈ ഒരു സമയത്ത് നമ്മൾ പഠനത്തിന്റെ ടെമ്പോ കളയാതെ മെയിൻറ്റെയിൻ ചെയ്യുക, ആത്മവിശ്വാസത്തോടെ വീണ്ടും പഠിക്കുക. ഞാൻ ഫെയിലായ എല്ലാ അറ്റംപ്റ്റുകളും വളരെ നാരോ മാർജിനിലായിരുന്നു. ആദ്യത്തെ ഫസ്റ്റ് അറ്റംപ്റ്റ് പോയപ്പം 1 മാർക്കിനും, തേർഡ് അറ്റംപ്റ്റിൽ പ്രിലിംസ് നഷ്ടമായപ്പം 0.6 മാർക്കിനുമാണ് പോയത്. അപ്പോൾ ഈ ഒരു സമയത്ത് ഈ പരാജയങ്ങളുടെ മുമ്പിൽ പതറാതെ നിൽക്കുക, ആത്മവിശ്വാസത്തോടെ നിൽക്കുക എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ ചലഞ്ച്. ഏട്ടാ, ഈ ഇന്റർവ്യൂ സെഷൻസ് ഒക്കെ ഭയങ്കര ഡ്രില്ലിംഗ് ആണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ആ സെഷൻസിനെ ഫേസ് ചെയ്യാൻ നല്ല പ്രസൻസ് ഓഫ് മൈൻഡ് വേണ്ടി വന്നിട്ടുണ്ടാവുമല്ലോ. അപ്പൊ ഈ ഇന്റർവ്യൂവിനെ ടാക്കിൾ ചെയ്യാനുള്ള ചേട്ടന്റെ പ്രിപ്പറേഷൻ എങ്ങനെയായിരുന്നു? പിന്നെ ചേട്ടനെ കുഴക്കിയ ഒരു ക്വസ്റ്റ്യനും അതിന് ചേട്ടൻ കൊടുത്ത റെസ്പോൺസും ഒന്ന് ഷെയർ ചെയ്യോ? ഇന്റർവ്യൂ സെഷൻസ് അത്ര ഡ്രില്ലിംഗ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നമ്മൾ ആത്മാർത്ഥമായിട്ട് സത്യസന്ധമായിട്ട് മറുപടി പറയുക എന്നുള്ളതാണ്. ഇത് കൂടുതൽ വ്യക്തമായി പറഞ്ഞത് ഒരു പേഴ്സണാലിറ്റി ടെസ്റ്റ് ആണ്.
നമ്മളുടെ അറിവ് അളക്കാനുള്ള പരീക്ഷകൾ പ്രിലിംസിലും മെയിൻസിലും അവർ നടത്തി കഴിഞ്ഞു. ഇന്റർവ്യൂവിനെ സംബന്ധിച്ചിടത്തോളം അത് കൂടുതൽ ലക്ഷ്യം വെക്കുന്നത് നിങ്ങളുടെ വ്യക്തിത്വം എങ്ങനെയാണ്, നിങ്ങൾ സത്യസന്ധമായി മറുപടി പറയുമോ, അറിയാൻ പാടില്ലാത്തത് അറിയാൻ പാടില്ലെന്ന് പറയുമോ, അഭിപ്രായങ്ങൾ എങ്ങനെയാണ് എന്നുള്ളതാണ്. അപ്പൊ ഇത് മുൻകൂട്ടി മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ അവിടെ പോയിരിക്കുമ്പോഴത്തേക്കും ഏറ്റവും കാമായിട്ടിരുന്നാൽ ഏറ്റവും നന്നായിട്ട് മറുപടി പറയാമെന്നുള്ളതാണ്. ഞാൻ ഇന്റർവ്യൂവിന് ഭയങ്കരമായിട്ട് പ്രിപ്പയർ ചെയ്ത ഒരു വ്യക്തിയല്ല. ഒരുപക്ഷെ ഒരുപാട് നന്നായി പ്രിപ്പയർ ചെയ്തിരുന്നെങ്കിൽ മാർക്ക് കൂടുതൽ ലഭിക്കുമായിരിക്കും. എന്നാലും എന്റെ ഒരു അപ്രോച്ച് വരുന്ന ചോദ്യങ്ങൾ അവിടെ വെച്ച് ഫേസ് ചെയ്യാം എന്നുള്ളതായിരുന്നു. ഞാൻ അങ്ങനെ തന്നെയാണ് അങ്ങോട്ട് പോയതും അത് തന്നെ അവിടെ ചെയ്തതും. അങ്ങനെ ഭയങ്കര ഡ്രില്ലിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. അഭിപ്രായങ്ങളാണ് ചോദിക്കുന്നത്, അല്ലെങ്കിൽ ചെറിയ ചെറിയ ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കും. അതിപ്പം മറന്നുപോയാൽ സാർ എനിക്ക് ഓർമ്മയില്ല എന്ന് ശാന്തമായിട്ട് പറഞ്ഞാൽ മതി എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പൊ അതായിരുന്നു എന്റെ ഒരു അപ്രോച്ച്. അതുകൊണ്ട് തന്നെ എനിക്കങ്ങനെ ചിലരെ പറഞ്ഞു കേട്ടിട്ടുള്ളത് പോലെയുള്ള അസാധാരണമായ ക്വസ്റ്റ്യനുകളൊന്നും വന്നില്ല. സോ ഇറ്റ് വാസ് ലൈക്ക് അബൌട്ട് പ്രസൻസ് ഓഫ് മൈൻഡ്, കീപ്പിംഗ് യുവർ കമ്പോഷർ. പിന്നെ ഇതിന്റെ പ്രഷർ എവിടെയാണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഒരുപക്ഷെ ജീവിതത്തിൽ ഏറ്റവും ആഗ്രഹിക്കുന്ന ഒരു പരീക്ഷയുടെ, ഒരുപാട് വലിയ കോമ്പറ്റീഷനുള്ള ഒരു പരീക്ഷയുടെ അവസാന ഘട്ടത്തിൽ നിൽക്കുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും അത് ഹ്യൂജ് ആയിട്ടുള്ള ഒരു പ്രഷർ നമ്മളുടെ മേലെ ചെലുത്തും. ആ സമയത്ത് അതൊന്നും ആലോചിക്കാതെ 4-5 പേര് നമ്മളോട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു, അതിന് മറുപടി പറയുക, അതിനപ്പുറത്തേക്ക് ചിന്തിക്കാതിരുന്നാൽ വിജയിക്കാൻ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ ചേട്ടാ, ഇപ്പൊ ചേട്ടൻ പഞ്ചാബിലാണല്ലോ എത്തി നിൽക്കുന്നത്. കേരളത്തിൽ നിന്ന് എല്ലാ തരത്തിലും ഭയങ്കര ഡിഫറെന്റ് ആയ ഒരു സംസ്ഥാനമാണ്. കൂടാതെ കോവിഡ് പോലെ വലിയൊരു ചാലഞ്ചും. ഈ പരിചയമില്ലാത്ത സ്ഥലവും കോവിഡ് മുൻപോട്ട് വെക്കുന്ന ചാലഞ്ചും എങ്ങനെയാണ് ചേട്ടൻ ഹാൻഡിൽ ചെയ്യുന്നത്? അത് വലിയൊരു ഇനിഷ്യലി വരുമ്പോഴത്തേക്കും വലിയൊരു ചലഞ്ചായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് പഞ്ചാബി അറിയത്തില്ല, പഞ്ചാബി പഠിച്ചു വരുന്നേ ഉള്ളൂ, ഹിന്ദിയും വലിയ വശമൊന്നുമില്ല. പിന്നെ മസൂറിയിലെ അക്കാഡമിയിൽ വളരെ സന്തോഷകരമായ അന്തരീക്ഷത്തിൽ നിന്ന് വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സിന്റെ ഇടയിൽ നിന്നാണ് നമ്മൾ ഒറ്റയ്ക്ക് ഒരു സ്ഥലത്തേക്ക് വരുന്നത്. ടോട്ടലി ഒരു ലോൺലിനെസ് ഫീൽ ചെയ്യേണ്ടതാണ്. എന്നാലും എനിക്ക് ഇവിടെ വന്നപ്പോൾ പട്യാല വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സിറ്റിയാണ്. ഒപ്പം വളരെ കോഡിയലായിട്ടുള്ള വളരെ നല്ലൊരു ഗ്രൂപ്പിലേക്കാണ് ഞാൻ വന്നത്. ഇവിടെയുള്ള ഡിസ്ട്രിക്ട് കളക്ടറും മറ്റു ഓഫീസേഴ്സും ഒക്കെ എല്ലാവരും യങ് ആണ്. എന്റെ ഏജിന് അറൌണ്ട് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണുള്ളത്. അവർ വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് എന്നെ സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ ഇനിഷ്യലി തന്നെ നമുക്ക് ആ ഒരു ഗ്രൂപ്പിന്റെ ഒരു സെൻസ് കിട്ടുകയും അവരോടൊപ്പം വർക്ക് ചെയ്യുന്നതിലൊരു എന്റർടൈനിങ് ആയിട്ട് തോന്നുകയും ചെയ്തു. കോവിഡിന്റെ ചലഞ്ച് വളരെ വലുതാണ്. അതൊരു പിന്നെ ഒരു വ്യത്യാസമുള്ളത്, ഞാനിവിടെ വരുമ്പോൾ ഇവിടെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടൊരു സിസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ കോവിഡിന്റെ ഇനിഷ്യൽ ഡേയ്സിൽ നമുക്ക് മേക്ക് ചെയ്യണമായിരുന്നു. ഞാനിവിടെ വരുമ്പോഴത്തേക്കും അത് എല്ലാം മേക്ക് ചെയ്ത് കഴിഞ്ഞ് ആ സിസ്റ്റം വർക്ക് ചെയ്യുന്നൊരു സ്റ്റേജിലാണ്. അത് കണ്ടു പഠിക്കാനും ചെറിയ രീതിയിൽ അതിനകത്ത് ഇൻവോൾവ് ചെയ്യേണ്ട ഒരു ആവശ്യം മാത്രമേ എന്റെ ഭാഗത്ത് വരുന്നുള്ളൂ. പ്രധാനമായിട്ടും ഞാൻ എൻഗേജ് ചെയ്തത് മൈഗ്രന്റ് ലേബേഴ്സിന്റെ അവരുടെ ട്രാൻസ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിലാണ്. അപ്പൊ അത് പഠിക്കാനും മറ്റൊക്കെ സാധിച്ചു. എന്നാലും പൊതുവെ ഈ നഗരത്തിലൂടെ സഞ്ചരിച്ചപ്പോഴത്തേക്കും ഒരുപക്ഷെ തൃശ്ശൂരിനെ അനുസ്മരിപ്പിക്കുന്ന വളരെ മനോഹരമായിട്ടുള്ള പ്രാചീനമായിട്ടുള്ളൊരു ഹിസ്റ്ററിയും ഒരു കൾച്ചറും ഒക്കെ ഉള്ള സിറ്റിയാണ്. എനിക്ക് വളരെ മനോഹരമായിട്ടാണ് തോന്നിയത്. ചേട്ടൻ ഇപ്പൊ മൈഗ്രന്റ് ലേബറേഴ്സിനെ കുറിച്ച് പറഞ്ഞല്ലോ. നമ്മുടെ രാജ്യത്തെ മൈഗ്രന്റ് ലേബറേഴ്സ് ഭയങ്കര കഷ്ടപ്പെടുന്നുണ്ടെന്നുള്ളത് ഒരു ഫാക്റ്റാണ്. കോവിഡിനേക്കാൾ നമ്മൾ പേടിക്കേണ്ടത് അതുമൂലം ഉണ്ടാവുന്ന പട്ടിണി മരണങ്ങളെയാണെന്ന് പറഞ്ഞാൽ തെറ്റൊന്നുമില്ല എന്ന് തോന്നുന്നു. അപ്പൊ ഈ പ്രശ്നത്തിന് എന്തായിരിക്കും ചേട്ടന്റെ മൈൻഡിലുള്ള ഒരു ഇഫക്റ്റീവ് സൊല്യൂഷൻ? ഇത് എന്താണെന്ന് വെച്ചാൽ നമ്മള് ഇതിന്റെ ഒരു ഗ്രാവിറ്റി വളരെ വലുതാണ്. കാരണം ലക്ഷക്കണക്കിന് പേരാണ് മൈഗ്രന്റ് ലേബറേഴ്സ് ആയിട്ട് ഓരോ സ്ഥലങ്ങളിലുള്ളത്. ഇത് പ്രധാന പ്രശ്നം വെച്ചാൽ ഇവരുടെ ആസ്പിറേഷൻ, ഇവർക്ക് നാട്ടിൽ പോകണമെന്നുള്ള ആഗ്രഹം വളരെ വലുതാണ്. രണ്ടാമത്തെ കാര്യം, ഒരുപക്ഷെ നമ്മൾ ഈ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ ഒരു മറ്റൊരു രാജ്യമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു രാജ്യമല്ല ഇന്ത്യ. ഇത്ര ഭയങ്കര പോപ്പുലേഷനും ജനസാന്ദ്രതയും കൂടുതലായിട്ടുള്ള ഒരു രാജ്യമാണ്. അപ്പൊ ഇവരെയൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. അപ്പൊ ഏറ്റവും പ്രധാനമായിട്ട് ഫേസ് ചെയ്യുന്ന ഒരു ഡിഫിക്കൽട്ടി ആയിട്ട് തോന്നിയിരിക്കുന്നത് നമുക്ക് അവരെ വിശ്വസിപ്പിക്കാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം സർക്കാർ വണ്ടി അറേഞ്ച് ചെയ്യും എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു വിശ്വാസ്യത അവർ പലപ്പോഴും കണക്കിലെടുക്കാതെ അവർ സ്വന്തമായിട്ട് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് പലരും. ഇവിടെ ഒരു മിസ്മാച്ച് വരുന്നുണ്ട്. എന്ത് സർക്കാർ ചെയ്യാൻ തയ്യാറാവുന്നു, ജനങ്ങൾ എന്ത് പ്രതീക്ഷിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളിൽ വരുന്ന ഒരു മിസ്മാച്ച് ആയിരിക്കും ചിലപ്പോൾ പ്രശ്നമായിട്ട് വരുന്നത്. എന്നാലും ഇവിടുത്തെ ഒരു സാഹചര്യം മാത്രമേ എനിക്ക് പറയാൻ വേണ്ടി പറ്റുള്ളൂ. പട്യാല ഒരു 40,000-40,000 വരുന്ന മൈഗ്രന്റ് ലേബറേഴ്സ് ഉള്ളതാണ്. ഇവിടുന്ന് അവരെയൊക്കെ അവരവരുടെ ജില്ലകളിലേക്ക് ചാർട്ട് ചെയ്ത് ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ സ്വാഭാവികമായിട്ട് ഒരു വലിയ രാജ്യത്ത്, ഇത്രയും ജനസാന്ദ്രമായിട്ടുള്ള രാജ്യത്ത് ഇത്തരത്തിലുള്ള ഒരു അൺപ്രസിഡന്റഡ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ് കോവിഡ് എന്ന് പറയുന്നത്. ലോകത്ത് ആർക്കും തന്നെ അറിയത്തില്ല എങ്ങനെയാണ് ഇതിനൊന്ന് ഓവർകം ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതും മുൻപോട്ട് വെക്കുന്ന വെല്ലുവിളി തീർച്ചയായിട്ടും വലുതാണ്. പിന്നെ എല്ലാവരും ഒരുമിച്ച് നിന്ന് അതിനെ ഫേസ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മൾ സർക്കാർ നൽകുന്ന നിർദ്ദേശങ്ങൾ ഇപ്പോൾ തന്നെ നമുക്കറിയാം, നാട്ടിൽ എല്ലാവരും പുറത്തിറങ്ങി തുടങ്ങി.
കേസ് റൈസ് ചെയ്യാൻ നേരത്തെ ആണ് ആളുകൾ കുറച്ചുകൂടെ ഭയം രഹിതരായി പുറത്തിറങ്ങുന്നു എന്നുള്ള വിരോധാഭാസമാണ് നമുക്കുള്ളത്. അപ്പോൾ പരമാവധി സർക്കാർ നൽകുന്ന നിർദ്ദേശങ്ങളെ പാലിക്കുക. കേരളമൊക്കെ അത് ഏറ്റവും മികച്ച രീതിയിൽ നിയന്ത്രിച്ച ഒരു സംസ്ഥാനമാണ്. അപ്പോൾ അത് എല്ലാവരും ഒരുമിച്ച് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് റീച്ച് ഔട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. മൈഗ്രന്റ് ലേബറേഴ്സിന്റെ കാര്യത്തിലാണെങ്കിൽ പോലും ലൈക്ക് ഒരു കോർപ്പറേഷൻ എന്ന് പറയുന്ന ഒരു ഐഡിയ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു പരിധി വരെ, ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഇതുവരെയുള്ളൊരു കണക്കുകൾ നോക്കുമ്പോൾ വളരെ മികച്ച രീതിയിൽ രാജ്യം ഇതിനെ നേരിട്ടു എന്ന് തന്നെ പറയേണ്ടി വരും. നമ്പർ ഓഫ് ഡെത്തുകൾ പരിഗണിക്കുകയാണെങ്കിൽ അപ്പോൾ ഇത് ആ ഒരു കമ്മ്യൂണിറ്റി ഫീലിംഗ് നിലനിർത്തിക്കൊണ്ട് മുൻപോട്ട് പോവുകയാണെങ്കിൽ ഇതിനെ നിയന്ത്രിക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ചേട്ടൻ ഇപ്പൊ കേരളത്തിന്റെ ആരോഗ്യ സംവിധാനത്തെ കുറിച്ച് പറഞ്ഞല്ലോ. ഇപ്പൊ തന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും അധികം ശ്രദ്ധ നേടിയിരിക്കുന്ന ഒരു ആരോഗ്യ സംവിധാനമാണ് കേരളത്തിനുള്ളത്. അപ്പൊ ഈ സംസ്ഥാനത്തിന്റെ ആരോഗ്യ സംവിധാനത്തെ കുറിച്ചുള്ള ചേട്ടന്റെ ഒരു വിലയിരുത്തൽ എന്താണ്? അതുപോലെ കോവിഡിനെ കുറച്ചുകൂടി വേഗം പിടിച്ചു കെട്ടാൻ ദേശീയ തലത്തിൽ നമുക്ക് എന്ത് തരം സ്ട്രാറ്റജി ചേഞ്ച് ആണ് വേണ്ടത്? അത് ഒരു വലിയ ചോദ്യമാണ്. എന്താണ് കോവിഡിൽ എല്ലാവരും നേരിടുന്ന പ്രശ്നം എന്ന് പറഞ്ഞാല് ഈ ഒരു ഇഷ്യൂവിനെ സോൾവ് ചെയ്യാൻ വേണ്ടി നമുക്ക് പ്രോപ്പർ മെഡിസിൻ ഇല്ല. അപ്പം സ്വാഭാവികമായിട്ടും പിന്നെ ചെയ്യാൻ വേണ്ടി പറ്റുന്നത് ഇതുപോലെ സോഷ്യൽ ഡിസ്റ്റൻസിങ് മറ്റു കാര്യങ്ങളും മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളതാണ്. കേരളം പോലെ എല്ലാ മേഖലകളിലും മികച്ചു നിൽക്കുന്ന ഒരു സമൂഹത്തിന് ചെയ്യാൻ പറ്റുന്ന അത്ര എളുപ്പത്തിൽ മറ്റ് സംസ്ഥാനങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റണമെന്നില്ല. നമ്മൾ ആരോഗ്യ മേഖലയിൽ മാത്രമല്ല നമ്മളുടെ മറ്റ് മേഖലകളിലുള്ള മികവ് കൂടെയാണ് ഈ ഒരു കാര്യത്തെ പിടിച്ചു കെട്ടുന്നതിന് നമ്മളെ സഹായിക്കുന്നത്. ഫോർ എക്സാമ്പിൾ നമുക്ക് വിദ്യാഭ്യാസപരമായിട്ട് നമ്മൾ മുന്നിലാണ്. ഒരു കമ്മ്യൂണിറ്റി എന്ന രീതിയിൽ ഒരുമിച്ച് നിൽക്കുന്ന ഒരു സ്വഭാവം നമുക്കുണ്ട്. ഒരു സോഷ്യൽ മീഡിയയുടെ മറ്റൊക്കെ റീച്ച് ഔട്ട് വളരെ കൂടുതലാണ്. അങ്ങനെ ഉള്ള ഒരുപാട് ഫാക്ടേഴ്സ് ചേരുന്നതുകൊണ്ടാണ് നമ്മുടെ ആരോഗ്യരംഗത്ത് നമുക്ക് മികച്ചു നിൽക്കാൻ പറ്റുന്നത്. അതേസമയം വളരെ എന്താ പറയുക, വിദ്യാഭ്യാസപരമായിട്ടോ അല്ലെങ്കിൽ സാമൂഹികപരമായിട്ടോ ഒക്കെ പിന്നോക്കാവസ്ഥ അനുഭവിക്കുന്ന സമൂഹങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് അത്ര എളുപ്പമല്ല. അപ്പോൾ എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനങ്ങളെല്ലാവരും ഒരുമിച്ചൊരു ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ട് ഇത് ചെയ്യാന്നുള്ളതാണ്. ലോക്ക്ഡൌൺ ഒക്കെ അനന്തമായിട്ട് നമുക്ക് നീട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി പറ്റത്തില്ല. കാരണം ഒരു ഡെയിലി വേജസിൽ വർക്ക് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം 50-60 ദിവസം ജോലിയില്ലാതെ മുൻപോട്ട് പോകുക എന്ന് പറയുന്നത് സാധ്യമല്ല. പിന്നെ നമുക്ക് എന്താ ചെയ്യാൻ വേണ്ടി പറ്റുന്നത്? ഈ ഹാൻഡ് വാഷിങ്ങും സോഷ്യൽ ഡിസ്റ്റൻസിങ്ങും പോലെയുള്ള കാര്യങ്ങൾ ഒരു ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റിക്കൊണ്ട് അത് സാധാരണ ജനങ്ങളുടെ ഇടയിൽ വരെ ഒരു നിത്യജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുന്ന രീതിയിൽ നമ്മൾ കുളിക്കുന്നത് പോലെയും ഭക്ഷണം കഴിക്കുന്നത് പോലെയൊക്കെ ഉള്ള ഒരു കാര്യമായിട്ട് മാറ്റിക്കൊണ്ട് ഇപ്പൊ തന്നെ നാട്ടിൽ ഒരുപാട് പേര് മാസ്ക് ഉപയോഗിച്ച് തുടങ്ങി. അങ്ങനെയുള്ള മാറ്റങ്ങൾ വരുന്നാൽ മാത്രമേ നമുക്ക് ഇതിനെ അതിജീവിക്കാൻ പറ്റുള്ളൂ. കേരളത്തിന്റെ ആരോഗ്യരംഗത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് വർഷങ്ങളായിട്ട് നമ്മൾ നേടിയെടുത്ത ഒരു വികസനത്തിന്റെ ഒരു അനന്തര ഫലമാണ്. അതിന് 100-200 വർഷത്തോളം നീണ്ടുനിന്ന പ്രവർത്തനത്തിന്റെ ഒരു അനന്തര ഫലമാണ് നമ്മളിന്ന് കാണുന്നത്. ഇന്നലെ ഇപ്പോൾ എഡൻവോല സാറിന്റെ മരണം നമ്മൾ അപ്പോൾ ആ ഒരു വാർത്തയോടൊപ്പം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്നുള്ള ചില എക്സെപ്റ്റ്സ് ഞാൻ കാണുകയുണ്ടായി. അപ്പോൾ അത് നോക്കുമ്പോഴത്തേക്കും മനസ്സിലാകുന്ന ചില വിഷയങ്ങളുണ്ട്. അദ്ദേഹം ആ കാലഘട്ടം 1969 ജൂബിലി പോലുള്ള ആശുപത്രിയിൽ വരികയും വർഷങ്ങൾ കൊണ്ട് ജൂബിലിയുമായിട്ട് ബന്ധപ്പെട്ട് തൃശ്ശൂരിൽ ഉണ്ടാക്കിയ മാറ്റങ്ങളും വളരെ വലുത്. അപ്പോൾ ഇങ്ങനെ ആരോഗ്യരംഗത്തുണ്ടായ ദീർഘമായ മാറ്റങ്ങളാണ് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് കേരളത്തെ ഇന്ന് ഈ ഒരു കോവിഡ് നേരിടുന്നതിൽ ഇത്രയും ഫലപ്രദമായി നേരിടുന്നതിൽ ശക്തമാക്കിയെന്നാണ് എനിക്ക് തോന്നുന്നത്. ശരിയാണ് കേട്ടോ. അപ്പൊ നമ്മൾ കോവിഡിനൊപ്പം ജീവിക്കാൻ പഠിക്കണം ഇല്ലേ? തീർച്ചയായിട്ടും. അപ്പോ ഇപ്പൊ ചേട്ടൻ പഞ്ചാബിലെ പാട്യാലയിലാണ് ചെന്ന് നിൽക്കുന്നത്. അതാണ് ചേട്ടന്റെ പുതിയ കർമ്മമണ്ഡലം. അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവ് സെറ്റപ്പിൽ എന്തൊക്കെ മാറ്റം വരുത്താനാണ് ചേട്ടൻ ആസ്പയർ ചെയ്യുന്നത്? ഇത് നമ്മള് സിവിൽ സർവീസിന്റെ ഏറ്റവും ലോവസ്റ്റ് ലെവലിലാണ് ഒരു അസിസ്റ്റന്റ് കളക്ടർ എന്ന് പറയുമ്പോഴത്തേക്കും ഇതിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചറൊക്കെ നമ്മൾ പഠിച്ചു വരുന്നതേ ഉള്ളൂ. ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് ഒക്കെ എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. ഞാനിപ്പോൾ അത് പഠിക്കട്ടെ, അപ്പോൾ കുറച്ചുകൂടെ എനിക്ക് മനസ്സിലാവും എന്തൊക്കെ ചെയ്യാൻ വേണ്ടി സാധിക്കുമെന്ന്. ഒരു സമൂഹം എന്ന രീതിയിൽ അവർക്ക് ഒരുപാട് മുൻപോട്ട് പോകാൻ ഇനിയും സാധിക്കും. ഒരു ലിറ്ററസി ലെവൽ ഇംപ്രൂവ് ചെയ്യുക. കേരളത്തിൽ നിന്ന് വരുമ്പോഴത്തേക്ക് നമുക്കുള്ള ഗുണമെന്ന് വെച്ചാൽ നമ്മളൊരു അഡ്വാൻസ്ഡ് സിസ്റ്റം കണ്ടിട്ടാണ് വരുന്നത്. അതിൽ പലതും ഇവിടെ റിപ്ലിക്കേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതേസമയം ഇവരുടെ ഒരു സാമൂഹിക പശ്ചാത്തലം, ഞാൻ 2 ആഴ്ചയായുള്ളൂ ഇവിടെ വന്നിട്ട്, അപ്പോൾ ഇവരുടെ സാമൂഹിക പശ്ചാത്തലമൊക്കെ മനസ്സിലാക്കുമ്പോഴത്തേക്കും ആയിരിക്കും എനിക്ക് കൂടുതൽ മനസ്സിലാക്കാൻ അതിനൊരു ഉത്തരം പറയാൻ പറ്റുകയെന്ന് വിശ്വസിക്കുന്നു. തൽക്കാലം ഞാൻ ആ ചോദ്യത്തിൽ ഒഴിഞ്ഞു മാറുവാണ്. കുറച്ചുകൂടെ അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഓക്കെ ഏട്ടാ. അപ്പൊ നേരത്തെ ഏട്ടൻ പറഞ്ഞായിരുന്നു മുസോറിയിലെ ട്രെയിനിങ് കാലഘട്ടത്തെ കുറിച്ച്. അപ്പൊ ഈ മുസോറിയിലെ ട്രെയിനിങ് കാലഘട്ടം എന്ന് പറഞ്ഞാൽ ചേട്ടന് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരുപാട് ഓർമ്മകൾ തന്നൊരു കാലഘട്ടമാണല്ലോ. അപ്പോൾ അവിടെ വെച്ച് ചേട്ടന് സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മെമ്മറബിൾ ആയ ഒരു ഓർമ്മ? ഒരുപാട് മനോഹരമായിട്ടുള്ള ഓർമ്മകളുണ്ട്. അതിൽ ഒരുപക്ഷെ സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഒരു കാര്യം പറയാം. അപ്പോൾ ഈ സിവിൽ സർവീസ് എക്സാം ക്ലിയർ ചെയ്ത് വരുന്നതിൽ
ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ഒരുപാട് കാൻഡിഡേറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഇവർക്കൊക്കെ ചെറിയ റിസർവേഷൻ ഉണ്ടെങ്കിലും സിവിൽ സർവീസിന്റെ ഒരു നേച്ചർ മനസ്സിലാക്കിയാൽ നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. ഇതിൽ മാർക്കുകൾ തമ്മിൽ വലിയ അന്തരമൊന്നുമില്ല. ഈ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് എന്ന് പറയുന്ന ആളുകളുടെയും അല്ലാത്ത ജനറൽ ആയിട്ടുള്ള ആളുകളുടെയും മാർക്കിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഭയങ്കര കോമ്പറ്റീഷനാണ്. കണ്ണ് കാണാൻ പാടില്ലാത്തവരും ചെവി കേൾക്കാൻ ബുദ്ധിമുട്ടുള്ളവരും ഒക്കെ അവർ ഇത്രയും കോമ്പറ്റീഷൻ ഉള്ള ഒരു എക്സാം ക്രാക്ക് ചെയ്തിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. എന്നിട്ട് ബാക്കിയുള്ളവരെക്കാളും മികച്ച രീതിയിൽ അവർ പെർഫോം ചെയ്യുന്നു. അപ്പൊ ഇത് നമുക്ക് നൽകുന്ന ഒരു സന്ദേശമുണ്ട്. നിങ്ങളുടെ ഏത് കുറവുണ്ടെങ്കിലും അതിനെയൊക്കെ മറികടന്ന ജീവിതത്തിൽ ഏത് വലിയ വിജയവും നിങ്ങൾക്ക് എത്തിപ്പിടിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഒരു സന്ദേശം. രണ്ടാമത് തോന്നുന്നത്, എനിക്ക് തോന്നിയ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹംബിൾഡ് ആയിരിക്കുക എന്നുള്ളത്. നമ്മളെക്കാളും വളരെ ഡിസഡ്വാൻറ്റേജ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ നിന്നും ആളുകൾ കയറി ഇതുപോലെയുള്ള വിജയങ്ങൾ നേടിയെടുക്കുന്നുണ്ട്. കണ്ണ് കാണാൻ പാടില്ലാത്ത ആളുകളുടെ ഒരു ഇമ്പാക്ട് മനസ്സിലാക്കാൻ വേണ്ടി ഞങ്ങൾക്ക് അക്കാഡമിയിൽ വെച്ചൊരു എക്സസൈസ് ചെയ്തു. എല്ലാവരെയും കണ്ണ് കെട്ടിയിട്ട് കുറച്ച് ദൂരം നടക്കാൻ വേണ്ടിയിട്ട്, അതായത് നമ്മുടെ കൂടെ ഒരാളുണ്ടാവും എന്നാലും നമ്മുടെ കണ്ണ് കെട്ടിയിട്ട് ജീവിതത്തിൽ സാധാരണ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നു. അപ്പം ഒരു ടോയ്ലറ്റിൽ പോയിട്ട് കണ്ണ് കെട്ടിയിട്ട് നിൽക്കുമ്പോഴത്തേക്കുമാണ് നമുക്ക് മനസ്സിലാവുന്നത് നമ്മൾ എത്രത്തോളം ഇൻകപ്പാസിറ്റേറ്റഡ് ആയിരുന്നു. അപ്പം ഇങ്ങനെ കുറെ കാര്യങ്ങൾ ആ ഒരു എക്സസൈസ് ഒക്കെ വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. അപ്പം നമ്മൾ ഹംബിൾഡ് ആവാനും ഒപ്പം ഏത് പ്രതിസന്ധിയിലും നമ്മൾ പതറാതിരിക്കാൻ, കാരണം ഇതിന്റെ അപ്പുറത്തേക്കൊക്കെ നമുക്ക് നമ്മളെ തന്നെ സ്ട്രെച്ച് ചെയ്യാനും വിജയിക്കാനും സാധിക്കും എന്നുള്ള തോന്നലൊക്കെ അക്കാഡമി നൽകി. അപ്പം എൻ്റെ കേരളത്തിൽ നിന്നുള്ള സുഹൃത്തുക്കളൊക്കെ ആയിട്ട് വളരെ ആത്മാർത്ഥമായ ബന്ധം സ്ഥാപിക്കാൻ സാധിച്ചു. വളരെ നല്ലൊരു സുഹൃത്ത് വലയം അവിടെ ഉണ്ടാക്കാൻ സാധിച്ചു. ഇതൊക്കെയാണ് അക്കാഡമിയിൽ നിന്നുള്ള സ്മരണ. അപ്പൊ തീർച്ചയായും ലൈഫിലെ ഏറ്റവും നല്ല മെമ്മറീസ് അവിടെ തന്നെയാണല്ലോ ഉണ്ടായത്. അതുപോലെ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഭാരത് ദർശൻ യാത്രയുടെ കാര്യമാണ്. ദാരിദ്ര്യവും കഷ്ടപ്പാടും ബാധിച്ച ഇന്ത്യയുടെ ഒരു യഥാർത്ഥ മുഖം ചേട്ടൻ ആ യാത്രയിൽ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. അവിടെ ചേട്ടനെ ഏറ്റവും വേദനിപ്പിച്ച, മനസ്സിൽ വളരെയധികം നൊമ്പരം സൃഷ്ടിച്ച ഒരു ഓർമ്മ പറയാവോ? ഭാരത് ദർശൻ ഞാൻ പോയ സ്ഥലങ്ങളെന്ന് പറഞ്ഞാൽ അരുണാചൽ പ്രദേശ്, ആസാം, വെസ്റ്റ് ബംഗാൾ, ജാർഖണ്ഡ്, ആൻഡമാൻ നിക്കോബാർ, പിന്നെ സദേൺ സ്റ്റേറ്റ്സ് ആണ്. പക്ഷേ ഇന്ത്യയിലെ അതിലും ദാരിദ്ര്യമുള്ള മേഖല എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. അതിനു മുമ്പ് ഞാൻ റിസൾട്ട് വരുന്നതിന് മുമ്പുള്ള സമയങ്ങളിൽ ആ ഏരിയകളിലൊക്കെ ഒന്ന് യാത്ര ചെയ്തിരുന്നു. അതായത് മഹാരാഷ്ട്ര, കർണാടക, ആന്ധ്ര സംസ്ഥാനങ്ങളിലും നോർത്ത് ഇന്ത്യയിലും മറ്റുമൊക്കെ ഞാൻ പോയിരുന്നു. അപ്പം നമ്മൾക്ക് കേരളത്തിൽ നിന്നും പുറത്ത് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും കേരളവും ഇന്ത്യയുമായിട്ട് ഭയങ്കരമായൊരു അകലമുണ്ട്. അപ്പോൾ അവിടെ കണ്ട പല കാഴ്ചകൾ, ഒരുപാട് കാഴ്ചകൾ, പ്രത്യേകിച്ച് ഡൽഹിയിലൊക്കെ ആയിരുന്ന സമയത്ത് രാത്രിയിൽ ഈ റിക്ഷ പുള്ളേഴ്സ് ഉണ്ട്, അവര് കിടന്നുറങ്ങുന്നത് ഈ റിക്ഷയുടെ അകത്തും തന്നെ. റിക്ഷ എന്ന് പറയുമ്പോഴത്തേക്കും ഈ പുറകിൽ രണ്ടുപേരെ ഇരുത്തിയിട്ട് സൈക്കിൾ ചവിട്ടുന്നതാണ്. അപ്പൊ ഈ സൈക്കിൾ റിക്ഷയുടെ പിറകിലെ ആ സീറ്റിലാണ് ഇവർ കിടന്നുറങ്ങുന്നത്. ഇവരൊക്കെ ബീഹാറിൽ നിന്ന് വന്നിട്ടുള്ള തൊഴിലാളികളാണ്. അവരവിടെ വന്നതിന് ശേഷം ഈ ഒരു സൈക്കിൾ റിക്ഷ കൊണ്ട് ചവിട്ടി ജീവിച്ചു പോകുന്നവരാണ്. അവരുടെ കുടുംബത്തിന് അവർ ഇത് ചവിട്ടിയിട്ട് വേണം ഇത് അയച്ചു കൊടുക്കാൻ വേണ്ടി, ശമ്പളം അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു വലിയ ഒരു 10, 100, 200 പേര് വരുന്നവരെല്ലാവരും ഇതിൽ കിടന്നുറങ്ങുന്നത്. ഡൽഹിയിലെ തണുപ്പും ചൂടും അസഹനീയമാണ്. ഈ സാഹചര്യത്തിലെല്ലാം അവര് ഇതിൽ തന്നെ കിടന്നുറങ്ങുകയും അതിൽ നിന്ന് മിച്ചം പിടിച്ചുമൊക്കെയാണ്. അപ്പോൾ ഇതുപോലെ വലിയൊരു നഗരത്തില്, ഒരുപക്ഷെ ഈ നഗരത്തിന് മറ്റൊരു വശമുണ്ട്. നമ്മൾ പാർലമെന്റ് ബിൽഡിങ്ങും ഇന്ത്യ ഗേറ്റും ഒക്കെ ഉള്ള ഒരു മേഖലയിൽ ചെന്നാൽ ഈ റിക്ഷകൾക്ക് അവിടെ പ്രവേശനം പോലും ഇല്ല. അവിടെ എന്ന് പറഞ്ഞ വിശാലമായ റോഡുകളും പലേഷ്യലായിട്ടുള്ള ബിൽഡിങ്സും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഒരു നാടിന്റെ രണ്ട് മുഖം നമുക്ക് ഒരു നഗരത്തിന്റെ അകത്ത് തന്നെ വളരെ എളുപ്പത്തിൽ കണ്ടെത്താൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് മനുഷ്യർ ഈ രാജ്യത്തുണ്ട് എന്നും അവരുടെയൊക്കെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടാക്കാനുള്ള കമ്മിറ്റ്മെന്റ് നമുക്ക് ഉണ്ടാവണമെന്നുള്ളൊരു തോന്നലാണ് ഒരുപക്ഷെ ഭാരതം മുഴുവൻ കാണാൻ നേരത്ത് നമുക്ക് ഉണ്ടാവുന്നത്. ഇതുപോലെയുള്ള അനേകം പേരുടെ ജീവിതത്തിൽ ചേട്ടന് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റട്ടെ. ഇനി ഞാൻ ചേട്ടന്റെ ഫാമിലിയെ കുറിച്ച് ഒരു ചോദ്യം ചോദിക്കട്ടെ. ഗുരുകുല മാതൃകയിൽ പ്രവർത്തിക്കുന്ന ഒരുപക്ഷെ കേരളത്തിലെ തന്നെ ഒരേ ഒരു എൻട്രൻസ് കോച്ചിങ് സെന്റർ ആണല്ലോ ഔസേപ്പച്ചൻ സാർ, തുമ്പോലിയിലെ ക്രൈസ്റ്റ് കോളേജ്. എന്താണ് അവിടുത്തെ വിശേഷങ്ങൾ? ഇങ്ങനെ ഒരു വിഷയം നിങ്ങൾക്ക് അറിയാമെന്ന് തന്നെ എനിക്കറിയില്ലായിരുന്നു. എന്തായാലും ഈ ഒരു ചോദ്യം അപ്രതീക്ഷിതമാണ്. ഇപ്പം കുറച്ചുകൂടെയൊക്കെ കൂടുതൽ 250 കുട്ടികളുണ്ട്. അപ്പം കുറച്ചുകൂടെ വിപുലപ്പെടുത്തി വരുന്നു. എന്താണ് ക്രൈസ്റ്റ് കോളേജ് എന്ന സ്ഥാപനത്തിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, ഇപ്പം നിങ്ങൾ കോളേജിൽ നമ്മുടെ ജൂബിലിയിലൊക്കെ ഞാൻ വരുന്ന സമയത്തുള്ള ഒരു സിനാരിയോ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു 90% താഴെ +2 മാർക്കുള്ള കുട്ടികൾ ജൂബിലിയിൽ ഇല്ലായിരുന്നു. അത്രയും ടോപ്പ് ബ്രാസ് ആണ് അവിടെ വരുന്നത്.
ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഒരു പ്രത്യേകതയായിട്ട് അവിടുത്തെ ഒരു വിശേഷമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ 50%, 70%, 80% പ്ലസ് ടു മാർക്കുള്ള കുട്ടികൾ വരെ എൻട്രൻസ് ക്രാക്ക് ചെയ്യാൻ തക്ക രീതിയിൽ അവരെ വളർത്തിയെടുക്കുന്നതിലാണ് എന്താ പറയാ അപ്പയാണ് നടത്തുന്നത്. അത് ഫോക്കസ് ചെയ്തിട്ടുള്ളത്. അപ്പം അങ്ങനെ നമ്മളുടെ അപ്പോൾ ഇത് എനിക്കും ഒരുപാട് ആത്മവിശ്വാസം തന്നിട്ടുണ്ട്. നമ്മളുടെ ഒരു അക്കാഡമിക് എക്സലൻസിന് അപ്പുറത്തേക്ക് നമുക്ക് റീച്ച് ഔട്ട് ചെയ്യാൻ പറ്റും. അത്തരത്തിലുള്ള വിജയങ്ങൾ നമുക്ക് സാധ്യമാണ്. അല്ലാണ്ട് ഇന്നലെ വരെ നിങ്ങൾ എന്തായിരുന്നു എന്നുള്ളതല്ല നിങ്ങൾ നിശ്ചയിക്കുന്നത്. പകരം നിങ്ങൾക്ക് നാളെ എന്തെങ്കിലും ആവണമെന്നൊരു ആത്മാർത്ഥമായ ആഗ്രഹം ഉണ്ടെങ്കിൽ ചില മാറ്റങ്ങളൊക്കെ സാധ്യമാണ്. അതിനുവേണ്ടി ആത്മാർത്ഥമായ ചില പരിശ്രമങ്ങൾ നടത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് റിസൾട്ട് ഉണ്ടാവും. ഇതൊക്കെയാണ് എനിക്ക് അവിടെ നിന്ന് കാണാൻ സാധിച്ചതും അത് എൻ്റെ ജീവിതത്തിലും തീർച്ചയായിട്ടും സ്വാധീനം ചെലുത്തിയിട്ടുമുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ ആർക്കും കഴിഞ്ഞിടയിൽ നമ്മുടെ ഒരു ജൂനിയർ ജോബിൻസ് വന്നിരുന്നു. അവിടെ വന്ന് മത്തായൊക്കെ കണ്ടിരുന്നു. അങ്ങനെ ആർക്കും എപ്പോഴും സ്വാഗതം, അങ്ങോട്ട് വരാം, എൻ്റെ വീട്ടിലേക്ക് വരാം, ഞാനവിടെ ഉണ്ടാവണമെന്നില്ല. എല്ലാവർക്കും എപ്പോഴും സ്വാഗതം. തീർച്ചയായിട്ടും നമ്മുടെ വ്യൂവേഴ്സിനൊക്കെ ആഗ്രഹം ഉണ്ടാവും വ്യത്യസ്തമായ രീതിയിൽ എൻട്രൻസ് എന്ന വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു എക്സാമിനേഷൻ എങ്ങനെയാണ് കുട്ടികൾ അവിടെ ഫേസ് ചെയ്യുന്നത് എന്നറിയാനായിട്ട്. സോ ഈ തിരക്കുകൾക്കിടയിലും കുടുംബത്തോടൊപ്പം സമയം സ്പെൻഡ് ചെയ്യാൻ കിട്ടാറുണ്ടോ? ഇതിപ്പോ ഇവിടെ വന്നത് കണ്ടിട്ട് സ്വാഭാവികമായിട്ട് നാട്ടിൽ പോക്കൊക്കെ അത്ര എളുപ്പമുള്ള കാര്യമല്ല. എന്നാലും വീട്ടിലോട്ടുള്ള വിളിക്കുന്നതിനും സംസാരിക്കുന്നതിനും ഒന്നും വലിയ വ്യത്യാസമില്ല. ഇപ്പം നമുക്ക് ഈ വാട്സാപ്പും വീഡിയോ കോളുകളും ഒക്കെ വന്നത് കാരണം എപ്പോൾ വേണമെങ്കിലും വിളിക്കാൻ, സംസാരിക്കാം. അത് കാരണം അതൊക്കെ പതിവ് പോലെ തന്നെ പോകുന്നുണ്ട്. എന്നാൽ സ്വാഭാവികമായിട്ട് മനസ്സിലാക്കുന്നത് വെച്ചാൽ ഇപ്പോൾ ഞാനിവിടെ ജോലിക്ക് കയറിയപ്പോഴാണ് ഫസ്റ്റ് ദിവസം തന്നെ ഒരു കാര്യം മനസ്സിലായി. രാവിലെ 9:30 പോയാൽ ഏറ്റവും നേരത്തെ വരുന്നത് 7 മണിക്കാണ്. ഒരു 6:30-7 മണി ആവാതെ തിരിച്ചെത്താൻ പറ്റത്തില്ല എന്നുള്ളത് മനസ്സിലായി. അപ്പോൾ അതിന് സ്വാഭാവികമായിട്ട് സിവിൽ സർവീസിന് ഒരുപക്ഷെ നിങ്ങൾ പരീക്ഷ എഴുതിക്കുന്ന റിസൾട്ട് വരുമ്പോൾ കാണുന്ന ആ ഒരു ഗ്ലിറ്റ്സും ഗ്ലാമറും പോലെ തന്നെയുള്ളൊരു കാര്യമാണ്. ഒരുപാട് സാക്രിഫൈസ് ഇതിൻ്റെ അകത്ത് ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. നമ്മൾ നോർമൽ ലൈഫിൽ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നടക്കില്ല. ഒരുപാട് സമയം നമ്മൾ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്താൽ മാത്രമേ എഫക്റ്റീവായിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. വീട്ടുകാരുമായിട്ട് അല്ലെങ്കിൽ ഉണ്ടാവുമായിരുന്നു. ഇപ്പോൾ ഡോക്ടർ എന്ന രീതിയിൽ ഞാൻ വർക്ക് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് നാട്ടിലായിരിക്കാമായിരുന്നു. വീട്ടിൽ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാൻ ഇതിനേക്കാളും കൂടുതലായിട്ട് സ്പെൻഡ് ചെയ്യാൻ സാധിക്കുമായിരുന്നു. ഇതിപ്പോൾ ഞാൻ സർവീസിലേക്ക് കാലെടുത്ത് വെച്ചതേ ഉള്ളൂ. അങ്ങോട്ട് ചെല്ലുന്തോറും കൂടുതൽ തിരക്കാവും എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത. ലീവ് അല്ലെങ്കിൽ നാട്ടിൽ പോക്കൊക്കെ വളരെ ഫെയറായിട്ട് മാത്രമേ നടക്കുകയുള്ളൂ. അതൊരു ബാലൻസിൽ കൊണ്ടുപോകും, അത്രേ ഉള്ളൂ. ചേട്ടന്റെ ജൂനിയേഴ്സിനോട് പ്രത്യേകിച്ച് സിവിൽ സർവീസ് എന്ന സ്വപ്നം മനസ്സിൽ എവിടെയെങ്കിലുമൊക്കെ കൊണ്ട് നടക്കുന്ന ബട്ട് ലാക്ക് ഓഫ് ടൈം, മോട്ടിവേഷൻ എന്നൊക്കെ പറഞ്ഞ് അത് മാറ്റിവെക്കുന്നവരോട് എന്ത് മെസ്സേജാണ് പറയാനുള്ളത്? സിവിൽ സർവീസ് നിങ്ങൾക്ക് വളരെയധികം ആഗ്രഹമുണ്ട് എങ്കിൽ അത് തീർച്ചയായിട്ടും സാധിക്കും. കാരണം MBBS നൽകുന്ന ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ടഫായിട്ടുള്ള എക്സാംസിനെ ഫേസ് ചെയ്ത് പഠിക്കും. നമുക്ക് തന്നെ അറിയാമല്ലോ, ഈ ഡേവിഡ്സണും SRBയും പോലെയുള്ള വലിയ പുസ്തകങ്ങൾ പഠിച്ചു തീർക്കണമെങ്കിൽ കാര്യപ്രസക്തമായ സമയം അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യണം. അപ്പോൾ ഈ ഒരു നേച്ചർ നമുക്ക് ഒന്ന് എൻട്രൻസ് പോലത്തെ കോമ്പറ്റേറ്റീവ് എക്സാം എഴുതിയതിന്റെ ഒരു പിൻബലം, 2 MBBS പാസ്സാവാൻ അത്യാവശ്യം നല്ലൊരു എഫേർട്ട് തന്നെ ഇടണം. വലിയ പുസ്തകങ്ങൾ പഠിക്കുന്നത് നമുക്ക് ശീലമാവുകയും ചെയ്യും. ഇതൊക്കെ തീർച്ചയായിട്ടും സിവിൽ സർവീസ് എഴുതാൻ പോകുമ്പോൾ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. വലിയൊരു സിലബസ് ആണ്. ആ സിലബസിന് ഭയം കൂടാതെ ഇതൊക്കെ വായിച്ച് തീർക്കാൻ പറ്റുമെന്നുള്ള ഒരു ആത്മവിശ്വാസത്തോടെ നേരിടാൻ സാധിക്കും. രണ്ടാമത് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ കുറച്ച് നാളുകൾ അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യുന്നതിൽ യാതൊരുവിധ നഷ്ടവുമില്ല. 2 വെള്ളത്തിൽ കാല് ചവിട്ടാതെ ഉറപ്പിച്ചു നിന്ന് ഈ ഒരു ലക്ഷ്യത്തിന് വേണ്ടി അധ്വാനിക്കുകയാണെങ്കിൽ ഒപ്പം ഇത് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നു നമുക്ക് ചില കുഴപ്പങ്ങളുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ചില മിസ്റ്റേക്കുകൾ സംഭവിക്കുന്നുണ്ട്. അത് തിരുത്തി ഓരോ സ്റ്റെപ്പിലും നമ്മളുടെ മിസ്റ്റേക്കുകൾ തിരുത്തി മുൻപോട്ട് പോവുകയാണെങ്കിൽ ആഗ്രഹിക്കുന്ന ആർക്കും തീർച്ചയായിട്ടും എത്തിപ്പിടിക്കാൻ പറ്റുന്ന ഒന്നാണ് സിവിൽ സർവീസ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും അത് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ ഏട്ടാ, താങ്ക് യു. അപ്പൊ ഇനിയിപ്പോ ഞങ്ങൾക്ക് ചെറിയ ഗെയിം സെഷനിലേക്ക് പോവാണ്. ഞങ്ങൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ചേട്ടന് നേരെ ഫയർ ചെയ്യാൻ പോകുന്നു. ചേട്ടന് മനസ്സിൽ വരുന്ന ആദ്യത്തെ റെസ്പോൺസ് ചേട്ടൻ തരിക. ഓക്കെ? തീർച്ചയായിട്ടും. സോ നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ക്ലാസ്സിൽ വെച്ച് ചെയ്തിരിക്കുന്ന എന്നും ഓർത്തിരിക്കുന്ന ഒരു കുസൃതി. ക്ലാസ്സിൽ വെച്ച് ചെയ്തിരിക്കുന്നത് ഞാൻ ഫസ്റ്റ് ഇയറിൽ ഒരു കാര്യം ഓർത്താണ്. നമ്മളുടെ ഡിസ്സെക്ഷൻ ഹാളില് ഒരു ക്ലോക്ക് ഉണ്ട്. അപ്പം ഈ ക്ലോക്കിന് സമയം മാറ്റി വെക്കാന്ന് പറയുന്നത് ഉച്ചയ്ക്ക് 1 മണിയാകുമ്പോഴല്ലേ ഡിസെക്ഷൻ കഴിയുന്നത്. അപ്പോൾ എൻ്റെ കൂടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അവൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇതിന്റെ സമയം എടുത്തിട്ട് ഒരു 20 മിനിറ്റ് ഫാസ്റ്റ് ആക്കി വെച്ചു. അപ്പം നേരത്തെ സമയമാകുമ്പോഴത്തേക്കും
പൊക്കോളാൻ വേണ്ടി പറയുമല്ലോ. പക്ഷെ അന്ന് ക്ലാസ്സിൽ രഞ്ജിത്ത് സാർ ഇപ്പോഴായിരുന്നു. രഞ്ജിത്ത് സാറ് ഇങ്ങനെ നോക്കിയിട്ട് സമയം പറയും, പിള്ളേർ ക്ലോക്ക് മാറ്റി. പിന്നെ സാറ് കണ്ടുപിടിച്ചു. അപ്പോൾ അത് വളരെ ഫണ്ണി ആയിട്ടുള്ളൊരു ഇൻസിഡന്റ് ആയിട്ട് ഞാനിന്ന് ഓർത്തു. ഓക്കെ. വീട്ടുകാർ വിളിക്കുന്ന ചില പേരും കൂട്ടുകാർ കളിയാക്കി വിളിക്കുന്ന പേരുകളൊക്കെ എന്തൊക്കെയാണ്? വീട്ടില് ചിന്തു എന്നാണ് വിളിക്കുന്നത്. കൂട്ടുകാര് എന്റെ അപ്പന്റെ പേരാ വിളിക്കുന്നത്. അല്ലെങ്കിൽ അപ്പന്റെ പേര് ലോപിപ്പിച്ച് ഔസു എന്ന് വിളിക്കാറുണ്ട്. ഓക്കെ. ചേട്ടൻ റിഗ്രറ്റ് ചെയ്യുന്ന ഒരു കാര്യം? കോളേജ് ലൈഫ് കുറച്ചുകൂടെ ഹൃദ്യമാക്കാമായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. എന്നാലും ലൈക്ക് അത്യാവശ്യം മനോഹരമായ ഒരുപാട് ഓർമ്മകളുണ്ടെങ്കിലും കുറച്ചുകൂടെയൊക്കെ ലൈക്ക് എന്താ പറയുക, നല്ല സ്മരണകൾ ഇനിയും സൃഷ്ടിക്കാമായിരുന്നു, കുറച്ചുകൂടെ ഹൃദ്യമാക്കാമായിരുന്നു, കുറച്ചുകൂടെ ആഴമുള്ള സൗഹൃദങ്ങൾ ഉണ്ടാക്കാമായിരുന്നു എന്ന് തോന്നുന്നു. If your life was a movie, what song would be on the soundtrack? I'm not able to get a song actually. Okay, moving on. സാരമില്ല. ഹാപ്പിനെസ് എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത് എന്താണ്? ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ഒരു ഹാപ്പിനെസ് ആയിട്ട് അസോസിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ചിലപ്പം ചില വർക്കുകൾ ചെയ്ത് അത് അച്ചീവ് ചെയ്യുമ്പോഴത്തേക്കും കിട്ടുന്നൊരു ഹാപ്പിനെസ് ഉണ്ട്. ചിലപ്പോൾ ഒരു നല്ല കാര്യം ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ഒരു ചെറിയ പ്രോജക്റ്റ് ഇപ്പോൾ കയ്യിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ചെയ്യുന്നതിന്റെ ഒരു പ്രോസസ്സിലാണ്. അതൊരു വലിയ ഹാപ്പിനെസ് തന്നെയാണ്. അപ്പോൾ മറ്റ് വളരെ ലളിതമായ ഒരുപാട് കാര്യങ്ങൾ, എനിക്ക് ക്രിക്കറ്റ് കളിക്കുന്നത് ഒരുപാട് ഇഷ്ടമാണ്. ഞങ്ങളുടെ നാട്ടിൽ സുഹൃത്തുക്കളുമായിട്ട് ക്രിക്കറ്റ് കളിക്കാറുണ്ട്. അത് ഒരുപാട് സന്തോഷമാണ്. സിനിമ ഒരുപാട് കാണുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അത് ഏറ്റവും സന്തോഷമാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. One item you could never live without it. അത്യാവശ്യം പ്രയറൊക്കെ കൊണ്ടു നടക്കുന്ന ഒരാളാണ്. I think that is essential in my life. Describe yourself in 3 words. അല്ല, എന്താ പറയാ, TV ചാനലിലെ ഗെയിം ഷോയിൽ ചോദിക്കുമ്പോഴത്തേക്ക് അവർ പറയുന്ന ബുദ്ധിമുട്ട് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ലൈഫ് ഇസ് സിമ്പിൾ. അപ്പൊ ചേട്ടനൊരു ടൈം മെഷീൻ കിട്ടുകയാണെങ്കിൽ തിരികെ പോകാൻ ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടം? തിരികെ പോകാൻ ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടവുമില്ല. അതേസമയം മുൻപോട്ട് വരാൻ ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടമാണ്. എനിക്ക് കോളേജിൽ പഠിക്കുമ്പം തൊട്ടുള്ളൊരു ആഗ്രഹമായിരുന്നു തൃശ്ശൂര് ഒരിക്കലെങ്കിലും കളക്ടറായിട്ടിരിക്കണം. അങ്ങനെ അത് സാധിക്കണമെന്നില്ല, കാരണം നമുക്ക് നാട്ടിലേക്ക് ഡെപ്യൂട്ടേഷൻ വരും കുറച്ച് നാളായിരുന്നു. എന്നാൽ പോലും അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടണമെന്നില്ല. എന്നാൽ കിട്ടുവാണെങ്കിൽ 2 കൈ നീട്ടി ഏറ്റെടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. എന്തായാലും നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു കേട്ടാ. പിന്നെ വാട്ട് ലോസ് വിൽ യു അബോളിഷ് ഓർ വാട്ട് ലോസ് വിൽ യു ക്രിയേറ്റ്? ഒന്ന്, ഒരു IAS-കാരന്റെ കയ്യിലിരിക്കുന്ന കാര്യമല്ല നിയമം അബോളിഷ് ചെയ്യുന്നത്, ക്രിയേറ്റ് ചെയ്യുന്നത്. അത് രണ്ടും ലെജിസ്ലേച്ചറിന്റെ ജോലിയാണ്. നമുക്കതിൽ വലിയ റോളൊന്നുമില്ല. എന്നാലും അബോളിഷ് ചെയ്യാൻ അല്ലെങ്കിൽ ബെറ്റർ ആക്കാൻ വേണ്ടി പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്ന് ഈ ചൈൽഡ് ലേബർ ആക്ട് ഒക്കെ നമുക്ക് വേണമെങ്കിൽ ശക്തമായിട്ട് നടപ്പാക്കാവുന്നതേ ഉള്ളൂ. അത് ലൈക്ക് ഇല്ലാത്തൊരു നിയമമല്ല. പക്ഷെ ആ നിയമം ഇതിന്റെ എഫക്റ്റീവ്നെസ് അല്ല അതിന്റെ ക്ലോസസും മറ്റൊക്കെ കുറെ കൂടെ ബെറ്റർ ആക്കുകയാണെങ്കിൽ ചൈൽഡ് ലേബർ ആക്ട് വളരെ എന്താ പറയുക സ്ട്രിക്റ്റ് നമുക്ക് നടപ്പാക്കാൻ പറ്റും. ഒപ്പം ലൈക്ക് ബെഗ്ഗിങ് പോലെയുള്ള ഇതിൽ കുട്ടികൾ ഇൻവോൾവ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ഇതെല്ലാം നമുക്ക് ലൈക്ക് ഇതിനൊക്കെ ഒരുപാട് സോഷ്യൽ ഇംപ്ലിക്കേഷൻസും വശങ്ങളും മറ്റുമൊക്കെ ഉണ്ട്. അതിലോട്ടൊന്നും ഞാൻ കടക്കുന്നില്ല. ഞാൻ പറയുന്നത് ഇതൊക്കെ നമുക്ക് നിയമം കൊണ്ട് എല്ലാം ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് വിശ്വസിക്കുന്ന ആളുമല്ല. എന്നാൽ ഇവയൊക്കെ ഇല്ലാതാക്കുവാൻ നിയമപരമായിട്ട് അല്ലെങ്കിൽ മറ്റ് സ്കീമുകൾ വഴിയായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. Last question. If you could ask God one question, what would it be? എനിക്ക് ദൈവത്തോട് ചോദ്യങ്ങളില്ല. ലഭിച്ചതിലെല്ലാത്തിലും ഒരുപാട് നന്ദിയും സന്തോഷവുമേ ഉള്ളൂ. ലൈക്ക് പ്രേയേഴ്സ് മാത്രമുള്ള ചോദ്യങ്ങളൊന്നുമില്ല. ഓക്കെ. ഒരു ചോദ്യം കൂടി ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. തൃശ്ശൂരിനെ എന്താണ് ചേട്ടൻ ഇത്രയധികം സ്നേഹിക്കാനുള്ള കാരണം? തൃശ്ശൂരിൽ തന്നെ ചേട്ടൻ ഇഷ്ടമുള്ള സ്ഥലം എന്താണ്? തൃശ്ശൂർ വളരെ മനോഹരമായ ഒരു സിറ്റിയാണ്. പക്ഷേ സെറ്റിലാവാൻ വേണ്ടി പോലും തിരഞ്ഞെടുക്കാൻ പറ്റുന്ന മനോഹരമായ ഒരു സിറ്റിയാണ്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് തൃശ്ശൂരിലെ നമ്മുടെ തേക്കിൻകാട് മൈതാനം തന്നെ ആയിരിക്കും അതിൽ ഏറ്റവും കൂടുതൽ സ്മരണകളിൽ വരുന്നത്. ഒരുപാട് ദിവസങ്ങളിൽ ഞാൻ ഒറ്റയ്ക്ക് പോയിരുന്നിട്ടുള്ള ഒരു സ്ഥലമാണത്. പ്രത്യേകിച്ച് പൂരം നടക്കുമ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ അത് വളരെ മനോഹരമായ ഒരു ഇതല്ല. ഒരു അന്തരീക്ഷത്തിന് ഈ എന്താ പറയാ, ആ സിനിമയിൽ പറയുന്നത് പോലെ ആ നഗരത്തിന് ഒരു പോസിറ്റീവ് വൈബുണ്ട്. തീർച്ചയായിട്ടും തൃശ്ശൂരിന് ഒരു അണ്ടർബെല്ലി ഉണ്ട്. എന്നാൽ പോലും വളരെ വലിയൊരു പോസിറ്റീവ് വൈബുണ്ട്. അതിന്റെ ഒരു സ്ട്രക്ചറും കൺസ്ട്രക്ഷനും എന്താ പറയാ വടക്കുനാഥ ക്ഷേത്രവും മറ്റുമൊക്കെ നൽകുന്ന ഒരു ലൈക്ക് മനോഹരമായൊരു അന്തരീക്ഷമുണ്ട് എനിക്ക്. അതിനോട് പിന്നെ ഒരുപക്ഷെ നമ്മളുടെ ഒരു യൂത്ത് സ്പെൻഡ് ചെയ്തൊരു നഗരമാണ് അല്ലെ. ഒരു 18 വയസ്സ് തൊട്ട് 24-25 വയസ്സ് വരെയുള്ള 6 വർഷത്തോളം കാലം
എന്റെ ചെയ്തൊരു നഗരം എന്ന രീതിയിൽ അതിനോട് ഉണ്ടാകുന്നൊരു അടുപ്പമുണ്ട്. അപ്പം സാഹിത്യ അക്കാദമി, ലളിതകല അക്കാദമി, സംഗീതനാടക അക്കാദമി ഇവിടെയൊക്കെ സ്ഥിരം ഒരു സന്ദർശകനായിരുന്നു ഞാൻ. അപ്പം അതുമൊക്കെ ഒരുപാട് മനോഹരമായ ഓർമ്മകൾ നിൽക്കുന്ന ഒരു നഗരമാണ്. അപ്പൊ എന്തായാലും നമ്മുടെ തൃശ്ശൂർ പൂരമൊക്കെ മിസ് ചെയ്യുന്നുണ്ടാവും അല്ലേ? തീർച്ചയായിട്ടും. സോ താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം ചേട്ടാ. ചേട്ടനോട് സംസാരിക്കാൻ സാധിച്ചത് തന്നെ വലിയൊരു അച്ചീവ്മെന്റ് ആയിട്ടാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. ദിസ് ഇസ് RJ Leah and RJ Krish with Dr. Nirmal Avasarapachan IAS on JFM. ഇത്തിരി പാട്ട് ഒത്തിരി കൂട്ട്. Thank you so much, both of you, and all the best to Jubilee and Jubileans. Thank you. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡും അവസാനിക്കുകയാണ്. നമ്മുടെ കോളേജിന്റെ 4 ചുവരുകൾക്കുള്ളിൽ നിന്ന് തന്നെ നിർമ്മലേട്ടനെ പോലെ ഹൈലി ഇൻസ്പയർഡ് ആൻഡ് ഡിസ്റ്റിങ്ക്വിഷ്ഡ് ആയ വ്യക്തിത്വങ്ങൾ ഇനിയും മുൻപോട്ട് വരുമെന്ന് തീർച്ചയാണ്. അതിൽ ഒരുപക്ഷെ ഒരാൾ നിങ്ങളാണെങ്കിലോ? പിന്നല്ല, ഇന്നലെ വരെ നിങ്ങൾ ആരായിരുന്നു അതൊക്കെ വിട്ടുകളാം. നാളെ ലോകം എങ്ങനെയായിരിക്കും നിങ്ങളെ ഓർത്തിരിക്കുന്നത്? അപ്പോ അതിനായുള്ള ചെറിയ ചൂടുകൾ നമുക്ക് ഇന്ന് തന്നെ വെച്ചു തുടങ്ങിയാലോ? എന്തായാലും വിജയം കൂടെ പോരുന്നേ. അപ്പൊ ചെറിയൊരു വിജയത്തിന് ദാ പിടിച്ചോ ഇന്നത്തെ 1 rupee ക്വസ്റ്റ്യൻ. അത് ഞാൻ മറന്നു. ഞങ്ങൾ ഇനി പ്ലേ ചെയ്യുന്ന ഓഡിയോ ഭാരതത്തിന് ഒരിക്കലും മറക്കാനാവാത്ത ഒരു പേഴ്സണാലിറ്റിയുടെ സ്വരമാണ്. അതാരുടേതാണെന്ന് നിങ്ങൾക്ക് പറയാമോ? मैं बहुत छोटा था, 3 साल का भी नहीं था, जब पहली बार यहाँ झंडा लहराया गया और आज भारत के 2/3 निवासी मेरे जैसे हैं जिन्होंने आजादी की लड़ाई नहीं देखी. സോ ഓൺ ദാറ്റ് നോട്ട്, എന്തായിരിക്കണം ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ടേക്ക് ഹോം മെസ്സേജ്? താൻ സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ട് കൊണ്ടു നടന്നിരുന്ന സ്വപ്നമാണ് നിർമ്മലേട്ടൻ ഇന്ന് ഒരു റിയാലിറ്റി ആക്കി മാറ്റിയത്. അപ്പൊ എനിക്ക് തോന്നുന്നു ശരിയായ ഡിറ്റർമിനേഷനും പരാജയങ്ങൾക്ക് മുൻപിൽ പതറാത്ത ആത്മവിശ്വാസവും ഉണ്ടെങ്കിൽ ഇംപോസിബിൾ പോലും I am possible ആയി മാറും, അല്ലേ? യെസ്. And so it's time to say goodbye for today. This is RJ Krish and RJ Leah signing off from JFM. ഇവിടെയുണ്ട് ഇത്തിരി പാട്ടും ഒത്തിരി കൂട്ടും.